വെൽക്കം വെൽക്കം. വാട്ട് എ സർപ്രൈസ്. എന്ത് കോല ഇത്? കണ്ടോ നിങ്ങള്? ഒരുപാട് നാളുകൂടി കാണുന്നതല്ലേ, അതാ രണ്ടുപേരും ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നത്. എന്ത് കാര്യമുണ്ടെങ്കിലും മോൾ എന്നോട് പറയും. പക്ഷെ മോൻ അമേരിക്കയിൽ നിന്ന് വന്ന കാര്യം മാത്രം പറഞ്ഞില്ലേ? അതല്ല ഡാഡി, കമോൺ, മോള് വിഷമിക്കണ്ട. ഇന്ന് ഡിന്നർ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പുറത്തു പോയി ആഘോഷിക്കല്ലേ? സർ, എന്താ പ്രശ്നം? ഇവനൊരു ക്രിമിനലാ. ക്രിമിനൽ? ഞങ്ങളുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഓടിക്കയറിയതാ. നടക്കടാ. അങ്ങോട്ട് കേരള വണ്ടിയിലേക്ക്. അവനൊരു ക്രിമിനലാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ നീ പ്രേമിച്ചത്? ഇനി ഒന്നും വിളിക്കണ്ട. സത്യം എന്താണെന്ന് തുറന്നു പറ മോളെ. എന്നോട് ക്ഷമിക്കണം ഡാഡി. നിങ്ങളെല്ലാരും കല്യാണം പറഞ്ഞ് എന്നെ നിർബന്ധിച്ചപ്പോ ഏതോ ഒരു ഫോട്ടോ എടുത്തോണ്ട് വന്ന് ഞാൻ അയാളെ പ്രേമിക്കാന്ന് കള്ളം പറഞ്ഞതാ. അയാളൊരു ക്രിമിനലാണെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത്. എന്റെ വീട്ടിൽ എന്ത് നടക്കാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചോ അത് തന്നെ നടന്നിരിക്കുന്നു. ഈ വീട്ടിൽ ആരെന്ത് തെറ്റ് ചെയ്താലും അത് ഞായറാഴ്ച എന്നോട് തുറന്നു പറയണമെന്ന് ഞാൻ കണ്ടീഷൻ വച്ചിട്ടുള്ളതാ. നിങ്ങളാരും അത് സീരിയസ് ആയി എടുത്തില്ല. അപ്പാപ്പ ചെയ്യുന്ന തെറ്റുകൾ മനസ്സിലാക്കി അത് ഏറ്റു പറഞ്ഞ് അത് തിരുത്താൻ വേണ്ടി കൂടിയാ ഞാൻ ഇങ്ങനൊരു കണ്ടീഷൻ വച്ചത്. നിങ്ങളോട് ഫ്രണ്ട്ലി ആയി പെരുമാറിയതും ഫ്രീഡം തന്നതും ഞാൻ ചെയ്ത തെറ്റ്. മോൾ എന്തോ അറിയാതെ ചെയ്തു പോയതാ. നിങ്ങളൊന്ന് ക്ഷമിക്ക്. അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും തെറ്റ് തന്നെയാ. ഇവൾക്ക് എന്നോട് ഇപ്പൊ കല്യാണം വേണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഡാഡി, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി തീരുമാനമെടുക്കണ്ട നീയാ. ചേട്ടാ ഒന്ന് നിന്നേ. ചേച്ചിയെ, ദിവസമുള്ള ഈ തിരുമല് അളിയന്റെ മാടപ്രാവ് മനസ്സിനെ മൊത്തത്തിൽ ഇളക്കി മറിക്കുന്നുണ്ട്. അവനെ നമ്മുടെ പിള്ളേര് കൊണ്ടുവന്നുവല്ലേ? ആഹാ, മിടുക്കൻ. മെയ്ക്കരുത്ത് മാത്രമല്ല, ബുദ്ധി സാമർഥ്യം കൂടെ ഈ ഇടയ്ക്ക് കൂടിയിട്ടുണ്ട്.
സമ്മതിച്ചു നിന്നെ ഞാൻ. ഇത്രയും കാലം നീ എന്റെ കണ്ണിൽ പെടാതിരുന്നത് നിന്റെ ആയുസിന്റെ ബലം കൊണ്ടാ. ശരിയാളിയാ, അല്ലെങ്കിൽ ഈ ചെറ്റ തെണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് 6 പ്രാവശ്യം രക്ഷപ്പെടുമായിരുന്നോ? കല്ല് തിന്നാൻ പറഞ്ഞാലും തിന്നും, ചാണകം തിന്നാൻ പറഞ്ഞാലും തിന്നും, കൊല്ലാൻ പറഞ്ഞാ കൊല്ലും, കുഴിച്ചുമൂടാൻ പറഞ്ഞാൽ അതേപടി അനുസരിക്കും. എന്നിട്ടും നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തേ? നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു ചെയ്തു, തിന്നാൻ പറഞ്ഞു തിന്നു. ഉണ്ട ചോറിന് നന്ദിയുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയാ, നിങ്ങൾ ചെയ്തത് തെറ്റാണ്. 6 അങ്കുലം നീളമുള്ള നാക്കടങ്ങിയിരുന്നില്ലെങ്കിൽ 6 അടി നീളമുള്ള ഈ ശരീരം മണ്ണിനടിയിലാവും. കണ്ണിൽ കരട് വീണാലും മുള്ളു കാലിൽ തറച്ചാലും എടുത്ത് കളഞ്ഞില്ലിൽ വേദനിക്കില്ലേ? കൊലപാതകം ചെയ്യാനൊക്കെ ആർക്കും പറ്റൂടെ, പക്ഷെ വ്യത്യസ്തമായ രീതിയിൽ കൊല്ലാൻ ഞങ്ങൾക്ക് മാത്രമേ കഴിയൂ. അതാണ് ഞങ്ങളുടെ രീതി. ഒരു ദാക്ഷിണ്യമില്ലാതെ നിങ്ങൾ കൊന്നത് ഒരു സാധാരണ സ്ത്രീയല്ല, ഒരു ഗ്രാമം മുഴുവൻ പൂജിക്കുന്ന ദേവിയെയാ. ദേവി? വടിവാള് കയ്യിലെടുത്തവന് ഭയം, ഭക്തി ഇതൊന്നും ഉണ്ടാവാൻ പാടില്ലടാ. ഉണ്ടായാൽ ഭക്തനാന്ന് കരുതി അങ്ങേരങ്ങ് വിളിക്കും. അവ രണ്ടും നിനക്കുണ്ടതാനും. മരണമാണ് അതിനുള്ള ശിക്ഷ. പോയി വിറകെടുത്തോണ്ട് വാടാ, പെട്രോൾ എടുത്തോണ്ട് വാടാ, പെട്ടെന്ന് അടുക്കി വെക്കടാ. സൂക്ഷിച്ചോ, പഞ്ചാക്ഷരി പുനർജനിച്ചു. വരുന്നുണ്ട്, പഞ്ചാക്ഷരി തിരിച്ചു വരുന്നുണ്ട്. അവൾ വന്ന് നിങ്ങളെ എല്ലാവരെയും കൊല്ലും. അപ്പോഴേ നിങ്ങൾക്കൊക്കെ മനസ്സിലാകൂ ഭയം എന്താണെന്ന്, ഭക്തി എന്താണെന്ന്. എന്റെ കൈകൊണ്ട് മരിച്ച പഞ്ചാക്ഷരി വന്നെന്നെ കൊല്ലുമെന്നോ? അവൾ പുനർജനിച്ചെന്നോ? വരാൻ പറയടാ, വരാൻ പറ, വരട്ടെ. ഹലോ, നീ ഇത് എവിടെയാടി? ഞാൻ വരുന്നില്ലടി, ചെറിയൊരു പ്രോബ്ലം. എന്ത് പറ്റി? എന്നെ കല്യാണത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി സ്റ്റുഡിയോന്ന് എടുത്തൊരു ഫോട്ടോ വീട്ടിൽ കാണിച്ചിരുന്നില്ലേ? അവനൊരു ക്രിമിനൽ ആടി. ക്രിമിനൽ? ഒരു ഫോട്ടോകാരന് ഇത്രയൊക്കെ പ്രോബ്ലംസ് ഉണ്ടായപ്പോ ഇനി ആ ഡയറി കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവോ ആവോ. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ നീ ആ ഡയറി തിരിച്ചു വാങ്ങിക്കാൻ നോക്ക്. ഞാനത് എങ്ങനെയെങ്കിലും വാങ്ങിച്ചിട്ട് വരാം. ശരി, ഓക്കെ, ബൈ. വാട്ട് എ സർപ്രൈസ്! മാനത്തുദിച്ചു നിൽക്കുന്ന നക്ഷത്രം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പോലെ. ഒന്ന് നിർത്തുന്നുണ്ടോ? ആ ഡയറി താ, എനിക്ക് പോണം. ഓ സോറി, തന്റെ ഡയറി എന്റെ കയ്യിലാണല്ലോ അല്ലേ? ഫസ്റ്റ് ടൈം എന്റെ വീട്ടിൽ വന്നല്ലേ? ഒരു കപ്പ് കാപ്പിയും കുടിച്ചിട്ട് ഡയറി കൊണ്ട് പൊക്കോ. വരൂന്നേ. മര്യാദയ്ക്ക് എന്റെ ഡയറി ഇങ്ങ് തരുന്നുണ്ടോ? എനിക്ക് പോണം. അയ്യോ, എന്തത്ര ധൃതി? വരൂന്നേ, കമോൺ വാ, ഇരിക്കുന്നേ പ്ലീസ്. ഒറ്റ മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഹണി, കോഫി. നീ എത്ര വൃത്തിയിട്ടവനാണെന്ന് ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക്
എനിക്ക് മനസ്സിലായി. വാട്ട്? ഞാൻ ബനിയനായിട്ട് കളിക്കുന്നത് വീഡിയോ എടുത്ത് അത് കണ്ട് നീ എൻജോയ് ചെയ്യാണല്ലേ? നീ ഇത്രയ്ക്ക് ഫ്രോഡാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഹണി. മിണ്ടി പോരുത്. നിന്നെ കാണുന്ന തന്നെ എനിക്ക് അറപ്പാ. നീയൊക്കെ സമൂഹത്തിന് തന്നെ ആപത്താ. ഹണി പ്ലീസ്, ഞാനെടുത്ത വീഡിയോ കണ്ട് നീ ദേഷ്യപ്പെടുന്നതിൽ അർത്ഥമുണ്ട്. പക്ഷെ അതേ വീഡിയോ ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുക. വാ നോക്ക്. എന്റെ മോളാ ലക്ഷ്മി. ഈ ടി വി കാണുന്ന തന്റെ മുഖമാ ഇവളുടെ ഒരേ ഒരു ആശ്വാസം. തന്റെ മുഖം കണ്ടുകൊണ്ട് അവള് ശാന്തമായിട്ട് ഉറങ്ങുന്നേ. അമ്മേ, വിധി എന്നോട് ക്രൂരത കാണിച്ചു. പക്ഷെ എന്റെ മോൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാ തന്നെ ഞാൻ കണ്ടത്. തന്റെ പുറകെ നടന്നതും തന്റെ വീഡിയോ എടുത്തത് എന്തിനാണെന്നറിയോ? ദാ നോക്ക്. എന്റെ ഭാര്യ പഞ്ചാക്ഷരി. എന്റെ ഈശ്വര, പൂക്കളൊന്നും കാണാനില്ലല്ലോ. 4-5 ദിവസമായിട്ട് ഇത് തന്നെ പതിവായിരിക്കുക. എന്നാൽ ഈ പൂക്കളൊക്കെ ആരാ പറിച്ചുകൊണ്ടോടെന്ന് മനസ്സിലാകാത്തത്? അതെ, നിങ്ങളുടെ പുതിയ താമസക്കാരായതുകൊണ്ട് അറിയാത്തത് ഈ പൂക്കളൊക്കെ പറിച്ചോണ്ട് പോകുന്ന പഞ്ചാക്ഷരിയാ. ഇവിടെ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ പൂക്കളും പഞ്ചാക്ഷരിയുടെ സ്വന്താ. അല്ല, ഇത്രയും പൂക്കളുണ്ട്, ആ പഞ്ചാക്ഷരി എന്ത് ചെയ്യാനാ? പ്രസാദം വാങ്ങിക്കോളൂ തിരുമേനി. എന്തോ ഒരു പിണക്കം പോലെ. എന്നോടെന്താ ദേഷ്യ? ദേഷ്യം വരാതെ പിന്നെ എന്താ ചെയ്യാ? ഞാൻ ചെയ്യേണ്ട പൂജയൊക്കെയല്ലേ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന ഭക്തർക്കൊക്കെ ഞാൻ പ്രസാദം കൊടുക്കുമ്പോ നീ എനിക്ക് പ്രസാദം തന്നാൽ എങ്ങനെയാ മോളെ? അതാണോ കാര്യം? ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാ. ഈ പഞ്ചാക്ഷരി തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ളവർ ആരും വിശ്വസിക്കില്ല. ഈ ക്ഷേത്രവും നിന്റെതാ, ആ ദേവിയും നിന്റെതാ. എപ്പോഴും ഇവര് നന്നായിരിക്കണം, അവര് നന്നായിരിക്കണമെന്ന് നീ ദേവിയോട് പ്രാർത്ഥിക്കുന്നതല്ലാതെ നിന്റെ കല്യാണം വേഗം നടക്കാൻ എന്താ മോളെ പ്രാർത്ഥിക്കാത്തത്? ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചോദിക്കില്ല. എനിക്ക് എന്താ വേണ്ടതെന്ന് ദേവിക്ക് നന്നായിട്ട് അറിയാം. ഞാനെന്നാ പോയിട്ട് വരട്ടെ. ശരി, പോയിട്ട് വാ മോളെ. മോളുവാ മോളെ പഞ്ചാക്ഷരി. മോൾ ഒരു പ്രാവശ്യം എന്റെ വീട്ടിൽ കാലെടുത്ത് വെച്ച മഹാലക്ഷ്മി വന്ന പോലെയാ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടല്ലേ, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും. അകത്തേക്ക് വാ മോളെ. അമ്മേ, ലേറ്റ് ആയ പിന്നെ ഫ്ലൈറ്റ് മിസ്സാവും. ഞാൻ പോയിക്കോട്ടെ? ഫ്ലൈറ്റ് മിസ്സായാലും കുഴപ്പമില്ല മോനെ. പഞ്ചാക്ഷരിയെ ശകുനം കണ്ടിട്ട് നീ ഇവിടുന്ന് പോയാ മതി മോനെ.
പറഞ്ഞ പോലെ നമ്മുടെ പഞ്ചാക്ഷരി എത്തിയല്ലോ. മോളെ പഞ്ചാക്ഷരി, മോളൊന്ന് പറഞ്ഞതുപോലെ എന്റെ മോൻ അമേരിക്കയിൽ വലിയ ഉദ്യോഗം കിട്ടിയിരിക്കുക. അതെ ചേച്ചി, ഞാൻ പോയിട്ട് വരാം. വരുന്ന ദുർഗാഷ്ടമിക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കൂ അനിയ, നീ ഒരിക്കലും ജന്മനാടിനെ മറക്കരുത്, മാതാപിതാക്കളെ മറക്കരുത്, അതുപോലെ നിന്റെ കടമകളും മറക്കരുത്. സകല ഐശ്വര്യങ്ങളും ഉണ്ടാവും. ശരി ചേച്ചി. വാ. നമസ്കാരം അങ്കിൾ. നമസ്കാരം. മോൻ ആരാണെന്ന് പറയൂ. എന്റെ പേര് ശ്രീറാം. എനിക്ക് ഈ ഗ്രാമത്തിൽ ആരെയും അറിയില്ല. അറിയാവുന്നത് പഞ്ചാക്ഷരിയെ മാത്രമാ. എങ്ങനെ ഇഷ്ടപ്പെട്ടെന്നറിയില്ല, പക്ഷെ എത്രമാത്രം ഇഷ്ടമാണെന്ന് വെച്ചാ എന്റെ പ്രാണന് തുല്യ. ഇത് നിങ്ങളോട് പറയാൻ കാരണം എനിക്ക് വേണ്ടി സംസാരിക്കാൻ മറ്റാരും ഇല്ലാത്തോണ്ടാ. എന്റെ ഈ ആഗ്രഹം നിങ്ങൾ നടത്തിത്തരണം. അതെ, അവന്റെ മനസ്സിലുള്ള ആഗ്രഹം അവൻ തുറന്നു പറഞ്ഞു. ഇവനൊരു അനാഥനാണെങ്കിലും കൈ നിറയെ സമ്പാദിക്കുന്നുണ്ട്. ശ്രീരാമന് ആരുമില്ലാത്ത സ്ഥിതിക്ക് പഞ്ചാക്ഷരിയെ കല്യാണം കഴിച്ചാൽ അവനോടൊപ്പം അവനും തന്റെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ. എന്താ തന്റെ അഭിപ്രായം? ആലോചിക്കാൻ എന്താ ഉള്ളത്? തിരുമേനി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാ. പഞ്ചാക്ഷരി നിങ്ങൾക്ക് മോളാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും അവള് ദേവിയാ. ശങ്കര, ഒന്നും ആലോചിക്കാനില്ല. കല്യാണം കഴിച്ചു കൊടുത്താലും പിള്ളേര് നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടാവുമല്ലോ. എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ എന്റെ മോളോടൊരു വാക്ക് ചോദിക്കണം. അത് ശരിയാ.